നമ്മൾ പോകുന്നത് നല്ല മിക്സ് ഗ്രില്ല് കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് ഫർവാനിയിലുള്ള ദോയി പാലസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ല ഈസ്തറ്റിക്കലി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റോയൽ ഫീൽ തരുന്ന റെസ്റ്റോറൻ്റാണ് നമ്മുടെ ദോഹി പാലസ് റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒത്തിരി ക്യാബിനുകളും പാർട്ടി ഹാളും കോൺഫറൻസ് ഹാളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെൻ്റൽ, അറബിക് തുടങ്ങിയ ഒരു മൾട്ടി ക്വസിൻ എക്സ്പീരിയൻസ് ആണ് ഇവർ നമുക്ക് തരുന്നത്. നമ്മളോട് പോയപ്പോഴേക്കും കിച്ചണിൻ്റെ ഫ്രണ്ട് അജ്മലിക്ക് വിളിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരനുള്ള പ്രത്യേക നന്ദി ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. പിന്നെ നമുക്ക് തന്നെ കോണായിട്ടുള്ള പപ്പടവും അതിൻ്റെ കൂടെ മിൻ ചട്നിയും അവർ കൊണ്ടു തന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് രണ്ടും കൂടിയിട്ട്. ഇവിടുത്തെ ഈ ഒരു ലൈറ്റും ഇൻറ്റീരിയറും എല്ലാം കൂടെ ഇവിടുത്തെ ആംബിയൻസ് മൊത്തത്തിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവർ ഈ ഒരു സാലഡ് കൊണ്ടു തരുന്നത്. പൊതുവെ എനിക്ക് ഈ ഇലകളൊന്നും ഇട്ട് സാലഡ് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. ഇതിലത് പൈനാപ്പിളും അനാറും പിന്നെ ഒലിവ് ഓയിലും അങ്ങനെ എന്തൊക്കെയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, നമ്മുടെ ആദ്യക്കൂട്ടൻ വരെ ഈ സാലഡ് മാക്കം വെച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അച്ഛനും അമ്മയും എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ ഇതേ നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫഹവും പലതരത്തിലുള്ള കബാബുകളും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഇതേ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റവും നാനും അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മുടെ ഹമൂസും ഗാർലിക് പേസ്റ്റും പിന്നെ ഇതേ പലതരത്തിലുള്ള സോസുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 4 പേരും അല്ല, നമ്മൾ 5 പേരും കൂടെ ട്രൈ ചെയ്തിട്ടും ഈ ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് പണിപ്പെട്ടു കേട്ടോ. ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, എന്നാലും ഇതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നു. നല്ല ഫിംഗർ ലിക്കിങ് ഫുഡായിരുന്നു ഫുഡ്. കിച്ചനാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിച്ചൻ ഓഫീസിലൊക്കെ അവരെന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് അവരെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാറ്. അതുകൊണ്ട് ഫുഡ് കിടിലൻ ഫുഡായിരുന്നു. എനിക്കാണെങ്കിൽ വയറ് നിറയെ ഫുഡ് കഴിച്ചാൽ പിന്നെ എന്തെങ്കിലും കുടിക്കണം കേട്ടോ, എന്നാലേ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ഇത് മിൻ ലൈം ഓർഡർ ചെയ്ത് നമ്മൾ എല്ലാവരും കൂടെ മിൻ ലൈമും കൂടെ കുടിച്ച് കലാപരിപാടികൾ ഇത് ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ. ഇതേ നമ്മുടെ ഈ ഹോട്ടൽ മാത്രമല്ല, അതിനുള്ള വാഷ്റൂം വരെ ഭയങ്കര ഈസ്തറ്റിക്കലിയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മാത്രമല്ല, കുട്ടികൾ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേ ഏരിയയും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അതേ മൊത്തത്തിൽ നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊമോഷൻ അല്ല, എനിക്ക് അവിടുത്തെ ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ കോവിഡ് വിശേഷംസ്.